ഉർവശി മേനക രംഭ തിലോത്തമമാരെ പുറങ്കാലി കൊണ്ട് തൊഴിച്ച് പുറത്താക്കുന്ന അപ്സരകന്യക പങ്കജാക്ഷി നമ്മുടെ നാട്ടിലെത്തുന്നു. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഇയാൾക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് സൊസൈറ്റി. ഇയാളെ മുന്നിൽ നിർത്തിയിട്ട് ആരെ വേണമെങ്കിലും, ആണ് പെണ്ണെന്നൊന്നുമില്ല, ആരെ വേണേ മുന്നിൽ നിർത്തിയിട്ട് ഇയാൾ ഈ ഡബിൾ മീനിങ് ജോക്കുകൾ, കോമഡികൾ അടിക്കും. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. അത്രയ്ക്ക് അങ്ങ് ചാരണ്ട, കുറച്ച് മാറി നിൽക്ക്. ഇതിൽ ചാരി നിന്നാ പോലും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാ. എന്തിനാ അണിറോസ് ഇവിടെയാണ്, നിങ്ങൾ എന്തിനാ അവിടെ ഇരുന്നിട്ടുള്ളത്? അങ്ങനെ ഒരു ഭാഗ്യം. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ബാക്കിന്റെയും ഭംഗി കാണും. നിനക്ക് അമ്മ മെങ്ങന്മാരൊന്നും ഇല്ലടാ സാർ, ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഇത് തന്നെ അവസരം. എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.